Hello everyone. Today we are going to read the lesson The Grain as Big as a Hen's Egg. യൂണിറ്റ് 4-ലെ The Grain as a Big as a Hen's Egg ആണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. And the first part of this lesson is the discussion. One day some children found in a ravine an object shaped like a grain of corn with a groove down the middle but as large as a hen's egg. ഒരിക്കൽ കുറച്ച് കുട്ടികൾക്ക് മലയിടുക്കിൽ വെച്ച് ഒരു കോഴിമുട്ടയുടെ അത്രയും വലിപ്പമുള്ള ഒരു ധാന്യമണി അവർക്ക് ലഭിച്ചു. A traveler passing by saw it. അതിലൂടെ പോയ ഒരു വഴിയാത്രക്കാരൻ അത് കണ്ടു. He bought it from the children for a penny. ഒരു പെന്നിക്ക് ആ ധാന്യം വഴിയാത്രക്കാരൻ ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. He took it to the town and sold it to the king as it was a curious one. ആ വഴിയാത്രക്കാരൻ ആ ധാന്യം അവിടെയുള്ള രാജാവിന് വിൽക്കുകയാണ് ചെയ്തത്. കാരണം അതൊരു വിചിത്രമായ ഒരു ധാന്യമണിയായിരുന്നു. അതിനാൽ ആ വഴിയാത്രക്കാരൻ അവിടുത്തെ രാജാവിന് അത് വിറ്റു. The king called all his wise men and told them to find out what the thing was. രാജാവ് തൻ്റെ സദസ്സിലുള്ള പണ്ഡിതന്മാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ ധാന്യം എന്താണ്, ഇതെന്താണ്, ഈ സാധനം, തനിക്ക് കിട്ടിയ ഈ സാധനം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ അവരോട് നിർദ്ദേശിച്ചു. The wise men thought and thought, but couldn't make head or tail of it. ആ പണ്ഡിതർ ആ ധാന്യമണിയെപ്പറ്റി വളരെയധികം ആലോചിച്ചു. പക്ഷേ അവർക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. A few days later, when the thing was lying on a window sill, a hen flew in and pecked at it till she made a hole in it. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ജനലിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ആ ധാന്യമണിയിൽ ഒരു കോഴി വന്ന് കൊത്തുകയും അതിലൊരു തുള വീഴുകയും ചെയ്തു. Then everyone saw it was a grain of corn. അപ്പോൾ അത് ഒരു ഗോതമ്പ് മണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. The wise men went to the king and said, "It is a grain of corn." And at this the king was much surprised. He ordered the learned men to find out when and where such corn grew. The learned men pondered again, searched in their books, but could find nothing about it. So they returned to the king and said, "The wise men went to the king and said, 'It is a grain of corn.'" അങ്ങനെ രാജസദസ്സിലുണ്ടായിരുന്ന പണ്ഡിതരെല്ലാം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അതൊരു ഗോതമ്പ് മണിയാണെന്ന് അവരോട് പറഞ്ഞു. At this the king was much surprised. രാജാവിന് വളരെ ആശ്ചര്യമായി. He ordered the learned men to find out when and where such corn grew. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരോട് എവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ധാന്യം വളരുക, അത് എപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ധാന്യം വളരുക എന്നൊക്കെ അന്വേഷിക്കാൻ അവരോട് കൽപ്പിച്ചു. The learned men pondered again and searched in their books, but could find nothing about it.
പണ്ഡിതന്മാരെല്ലാം ഈ ധാന്യത്തെപ്പറ്റി പലതരത്തിൽ വിശദമായി തന്നെ അന്വേഷിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ അവർ പരിശോധിച്ചു. പക്ഷേ ധാന്യമണിയെപ്പറ്റി ഒന്നും തന്നെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സോ ദേ റിട്ടേൺ ടു ദ കിങ് ആൻഡ് സെഡ്. അങ്ങനെ അവർ രാജാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി രാജാവിനോട് പറഞ്ഞു, വി ക്യാൻ ഗിവ് യു നോ ആൻസർ. ഞങ്ങൾക്ക് ഒരു ഉത്തരവും തരാൻ കഴിയില്ല. ദർ ഈസ് നത്തിങ് അബൌട്ട് ഇറ്റ് ഇൻ അവർ ബുക്സ്. ഞങ്ങളുടെ പുസ്തകങ്ങളിലും ഒന്നും തന്നെ ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. യു വിൽ ഹാവ് ടു ആസ്ക് ദ പെസൻസ്. ഒരുപക്ഷെ രാജ്യത്തുള്ള കൃഷിക്കാരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ചോദിക്കേണ്ടതായിട്ട് വരും. പെർഹാപ്സ് സം ഓഫ് ദം മേ ഹാവ് ഹേർഡ് ഫ്രം their fathers when and where a grain grew to such a size. ഒരുപക്ഷെ അവർ തൻ്റെ പൂർവികരിൽ നിന്ന് എവിടെയാണെന്നും എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ധാന്യം വളരുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വലിപ്പത്തിൽ ഇങ്ങനെയൊരു ധാന്യം എവിടെയാണ് കൃഷി ചെയ്തിട്ടുണ്ടാവുക എന്ന് ഈ രാജ്യത്തിലെ കർഷകരോട് ചോദിച്ചാൽ അവരുടെ പൂർവികർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് രാജാവിനോട് ആ പണ്ഡിതർ അഭിപ്രായപ്പെട്ടു. So the king gave orders that some very old peasant should be brought before him. അങ്ങനെ രാജാവ് തൻ്റെ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു വയസ്സായ ഒരു കൃഷിക്കാരനെ തൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ അദ്ദേഹം പരിചാരകരോട് ആജ്ഞാപിച്ചു. His servants found one such man and brought him to the king. അദ്ദേഹത്തിൻ്റെ പരിചാരകർ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. He was old and bent, pale and toothless. അദ്ദേഹത്തിന് വളരെ വയസ്സു ചെന്നിരുന്നു. അദ്ദേഹം ഒരു വൃദ്ധനായിരുന്നു. അദ്ദേഹം കൂനിയാണ് വന്നത്. അദ്ദേഹം വളരെ വിളറിയും അതുപോലെ തന്നെ പല്ലുകളൊക്കെ കൊഴിഞ്ഞ് വളരെ വിവശനായിട്ടാണ് അദ്ദേഹം കാണപ്പെട്ടത്. He could just manage to totter into King's palace with the help of crutches. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് നടന്നു വന്നത്. The king showed him the grain, but the old man could hardly see it. He took it, however, and felt it with his hands. The king questioned him, saying, "Can you tell us, old man, where such grain grew? Have you ever bought such corn or sown it in your fields?" The king showed him the grain. രാജാവ് ആ ധാന്യം ആ കൃഷിക്കാരനെ കാണിച്ചു. But the old man could hardly see it. പക്ഷേ ആ വയസ്സായ ആ കൃഷിക്കാരന് ആ ധാന്യമണി ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. He took it, however, and felt it with his hands. അദ്ദേഹം ആ ധാന്യമണി രാജാവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ആ ധാന്യമണി തൊട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. The king questioned him, saying, "Can you tell us, old man, where such grain grew?" രാജാവ് ഉടനെ തന്നെ ആ വയസ്സായ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ ഇങ്ങനെ ഒരു ധാന്യം എവിടെയാണ് വളരുക എന്ന്? Have you ever bought such corn or sown it in your fields? താങ്കൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ളൊരു ധാന്യം വാങ്ങിയിട്ടുണ്ടോ? ഇത്തരത്തിലുള്ളൊരു ധാന്യം താങ്കളുടെ കൃഷിയിടത്തിൽ വിതച്ചിട്ടുണ്ടോ? രാജാവ് ആ വയസ്സായ മനുഷ്യനോട് ചോദിച്ചു. The old man was so deaf
that he could hardly hear what the king said and only understood with great difficulty. ആ വയസ്സായ മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടിയാണ് രാജാവ് പറയുന്നത് കേൾക്കാൻ ശ്രമിച്ചത്. കാരണം അദ്ദേഹത്തിന് ചെവി കേൾക്കില്ലായിരുന്നു, അദ്ദേഹത്തിന് കേൾവിശക്തി കുറവായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞതെന്തെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു. No, he answered at last, I never sowed or reaped any like this in my fields, nor did I ever buy any such. When we bought corn, the grains were always as small as they are now. But you might ask my father, he might know where such grains grew. No, he answered at last, I never sowed or reaped any like this in my fields, nor did ever buy any such. പക്ഷേ അദ്ദേഹം അവസാനം രാജാവിന് ഉത്തരം കൊടുത്തു, ഞാൻ ഇന്ന് വരെ ഇങ്ങനെയൊരു ധാന്യം വാങ്ങുകയോ വിതയ്ക്കുകയോ കൊയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിത് എൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തിട്ടുമില്ല. When we bought corn, the grain was always as small as they are now. എൻ്റെ കാലത്തും ധാന്യം ഇന്നത്തെ പോലെ തന്നെ ചെറുതായിരുന്നു. But you might ask my father. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് ഇത് ചോദിക്കാം. He might know where such grain grew. ഒരുപക്ഷെ ആ വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ്, ഒരുപക്ഷെ എൻ്റെ അച്ഛൻ അറിയാമായിരിക്കാം ഇത്തരത്തിലുള്ള ധാന്യം എവിടെയാണ് വളരുക എന്ന്. The king sent for the old man's father and he was brought before him. രാജാവ് ആ വൃദ്ധനായ മനുഷ്യന്റെ പിതാവിനെ അന്വേഷിക്കുകയും അദ്ദേഹത്തിന്റെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. He came walking on one crutch. അദ്ദേഹം ഒരു ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് അവിടെ എത്തിയത്. The king showed him the grain and the old peasant who was still able to see took a good look at it. രാജാവ് ആ വൃദ്ധനായ വ്യക്തിയെ ആ ധാന്യമണി കാണിക്കുകയും ആ വൃദ്ധനായ മനുഷ്യൻ ആ ധാന്യമണി നല്ലവണ്ണം നോക്കുകയും അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായി കാണാനും സാധിക്കുമായിരുന്നു. And the king asked him, Can you tell us, old man, where a corn like this used to grow? രാജാവ് ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾക്ക് പറയാൻ സാധിക്കുമോ എവിടെയാണ് ഇത്തരത്തിലുള്ളൊരു ധാന്യം വളരുക എന്ന്? Have you ever bought anything like it or sown it in your fields? താങ്കൾ ഇത്തരത്തിലുള്ള ധാന്യം വാങ്ങിയിട്ടുണ്ടോ? അത് താങ്കളുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തിട്ടുണ്ടോ, വിതച്ചിട്ടുണ്ടോ എന്ന് രാജാവ് ആ വൃദ്ധനായ വ്യക്തിയോട് ചോദിച്ചു. Though the old man was rather hard of hearing, he could hear better than his son. ആ വൃദ്ധനായ മനുഷ്യന് തൻ്റെ മകനേക്കാൾ നന്നായി കേൾക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കേൾക്കാൻ പ്രയാസമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ മകനേക്കാൾ കുറച്ചും കൂടെ നന്നായി കേൾക്കാൻ സാധിക്കുമായിരുന്നു. No, he said, I never sowed or reaped any grain like this in my field. ഇല്ല, ഞാൻ ഇത്തരത്തിലുള്ള ഒരു ധാന്യം ഇതുവരെ കൃഷി ചെയ്യുകയോ വിളവെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. As for buying, I never brought any, for in my time money was not yet in use. Everyone grew his own corn, and when there was any need, we shared with one another. I do not know where such kind of corn grew. Ours was larger and yielded more flour than the present day grain, but I never saw any like this. No, he said, I never sowed or reaped any grain like this in my field. As for buying, I never brought any, for in my time money was not yet in use. ഞാൻ ഇത്തരത്തിലുള്ള ധാന്യം വിതയ്ക്കുകയോ കൊയ്യുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല.
കാരണം എൻ്റെ കാലഘട്ടത്തിൽ നാണയങ്ങളോ മറ്റ് തരത്തിലുള്ള പൈസകളോ ഒന്നും തന്നെ നിലവിലുണ്ടായിരുന്നില്ല. എവരി വൺ ഗ്രൂ ഹിസ് ഓൺ കോൺ. എല്ലാവരും അവരവർക്ക് വേണ്ട ധാന്യം കൃഷി ചെയ്തിരുന്നു. ആൻഡ് വെൻ ദർ വാസ് എനി നീഡ് വി ഷെയർഡ് വിത്ത് വൺ അനദർ. ആർക്കെങ്കിലും എപ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു, സഹായിച്ചിരുന്നു, പങ്കുവച്ചിരുന്നു. ഐ ഡു നോട്ട് നോ വേർ സച്ച് കൈൻഡ് ഓഫ് കോൺ ഗ്രൂ. ഇത്തരത്തിലുള്ളൊരു ധാന്യം എവിടെയാണ് വളരുക എന്ന് എനിക്കറിയില്ല. Ours was larger and yielded more flour than the present day grain, but I never saw any like this. ഞങ്ങളുടെ കൃഷിയിടം വളരെ വലുതായിരുന്നു. ഞങ്ങൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ധാന്യം കൃഷി ചെയ്തിരുന്നു, വിളവെടുത്തിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ധാന്യം, ഇത്രയും വലിപ്പമുള്ള ധാന്യം ഞങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ആ വൃദ്ധനായ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു. Heard my father say that in his time the grains grew larger and yielded more flour. You had better ask him. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ധാന്യത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു ധാന്യം വളർത്തിയിരുന്നുവെന്നും കൃഷി ചെയ്തിരുന്നുവെന്നും വിളവെടുത്തിരുന്നെന്നും നല്ല വിളവ് തന്നെ കിട്ടിയിരുന്നുവെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ആ വൃദ്ധനായ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു. സോ ദ കിങ് സെൻഡ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ. അങ്ങനെ ആ വൃദ്ധനായ മനുഷ്യൻ്റെ പിതാവിനെ രാജാവ് അന്വേഷിച്ചു. ദേ ഫൗണ്ട് ഹിം ആൻഡ് ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ്. ആ വൃദ്ധനായ മനുഷ്യൻ്റെ പിതാവിനെ തൻ്റെ അടുക്കൽ രാജാവ് കൊണ്ടുവന്നു. ഹി എൻറ്റേർഡ് വാക്കിംഗ് ഈസിലി ആൻഡ് വിത്തൗട്ട് ക്രച്ചസ്. അദ്ദേഹം വളരെ ഈസി ആയിട്ടാണ് രാജസദസ്സിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന് ഊന്നുവടികളുടെ സഹായം ആവശ്യമില്ലായിരുന്നു. ഹിസ് ഐസ് വേർ ക്ലിയർ. അദ്ദേഹത്തിന് വളരെ നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്നു. ഹിസ് ഹിയറിംഗ് ഗുഡ് ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി. അദ്ദേഹത്തിന് വ്യക്തമായി കേൾക്കാമായിരുന്നു. അദ്ദേഹം വളരെ സ്പഷ്ടമായി വ്യക്തമായി സംസാരിച്ചിരുന്നു. The king showed him the grain, and the old grandfather looked at it and turned it about in his hand. രാജാവ് ആ ധാന്യമണി വൃദ്ധനായ മനുഷ്യനെ കാണിക്കുകയും അദ്ദേഹം അത് വാങ്ങി തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുകയും ചെയ്തു. ഇറ്റ്സ് ലോങ് സിൻസ് ഐ സോ സച്ച് എ ഫൈൻ ഗ്രെയിൻ. വളരെ നാളായി ഞാൻ ഇത്തരത്തിലുള്ളൊരു ധാന്യം കണ്ടിട്ട്. said he, and he bit a piece off and tasted it. അദ്ദേഹം ആ ധാന്യമണി കടിക്കുകയും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്തു. ഇറ്റ്സ് എ വെരി സെയിം കൈൻഡ്, ഹി ആഡഡ്. ഇത് അത് തന്നെയാണ്. അദ്ദേഹം ആ ധാന്യമണിയെ തിരിച്ചറിഞ്ഞു. Tell me, grandfather, began the king, when and where was such corn grown? ഗ്രാൻഡ്ഫാദർ, പറയൂ, എപ്പോഴാണ്, എവിടെയാണ് ഇത്തരത്തിലുള്ള ധാന്യം കൃഷി ചെയ്തിരുന്നത്? ഹാവ് യു എവർ ബോട്ട് എനി ലൈക്ക് ഇറ്റ് ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്സ്? താങ്കൾ എപ്പോഴും ഇത്തരത്തിലുള്ള ധാന്യം വാങ്ങുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആൻഡ് ദ ഓൾഡ് മാൻ റിപ്ലൈഡ്, corn like this used to grow everywhere in my time. ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ എൻ്റെ സമയത്ത് സുലഭമായിരുന്നു. എൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ സുലഭമായിരുന്നു. I lived on corn like this in the days of my youth and fed others on it. എൻ്റെ യൗവനകാലത്തൊക്കെ ഇത്തരത്തിലുള്ള ധാന്യങ്ങളാണ് കൃഷി ചെയ്തിരുന്നത്. എല്ലാവരും ഇത്തരത്തിലുള്ള ധാന്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രെയിൻ ദാറ്റ് വി യൂസ് ടു സോ റീപ്പ് ആൻഡ് ത്രഷ്. ഇത്തരത്തിലുള്ള ധാന്യങ്ങളാണ് ഞങ്ങൾ വിതയ്ക്കുകയും
കൊയ്യുകയും മെതിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. And the king asked, "Tell me, grandfather, did you buy it anywhere or did you grow it all yourself?" The old man smiled. And the king asked, "Tell me, grandfather, did you buy it anywhere or did you grow it all yourself?" പറയൂ ഗ്രാൻഡ്ഫാദർ, ഇത് നിങ്ങൾ വാങ്ങിയതാണോ അതോ നിങ്ങൾ തന്നെ വളർത്തിയ ധാന്യമണികളാണോ? The old man smiled. ആ വയസ്സായ മനുഷ്യൻ പുഞ്ചിരിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. In my time, he answered, no one ever thought of such a sin as buying or selling bread. And we knew nothing of money. Each man had enough corn of his own. In my time, he answered, no one ever thought of such a sin as buying or selling bread. എൻ്റെ കാലത്ത് ആരും തന്നെ ഭക്ഷണം വാങ്ങുകയോ വിൽക്കുകയോ ധാന്യങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ എന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അത്തരത്തിലുള്ള ഒരു പാപം അന്ന് ആരും ചെയ്തിരുന്നില്ല. വി ഓൾ ന്യൂ നത്തിങ് ഓഫ് മണി. ഞങ്ങൾക്ക് പണത്തെപ്പറ്റിയോ സമ്പാദ്യത്തെപ്പറ്റിയോ ഒന്നും തന്നെ അന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. ഒന്നും തന്നെ ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. ഓരോ മനുഷ്യനും അവനാവശ്യമായിട്ടുള്ളത് അവനവന് തന്നെ ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യനും അവനാവശ്യമായിട്ടുള്ള ധാന്യം അവനവന് തന്നെ ഉണ്ടായിരുന്നു. Then tell me, grandfather, asked the king, where was your field? Where did you grow corn like this? എങ്കിൽ പറയൂ ഗ്രാൻഡ്ഫാദർ, എവിടെയായിരുന്നു നിങ്ങളുടെ കൃഷിസ്ഥലം? എവിടെയാണ് നിങ്ങൾ കൃഷി ചെയ്തിരുന്നത്? രാജാവ് ആ വൃദ്ധനോട് ചോദിച്ചു. ആൻഡ് ദ ഗ്രാൻഡ്ഫാദർ ആൻസേർഡ്. അദ്ദേഹം മറുപടി പറഞ്ഞു. ഗ്രാൻഡ്ഫാദർ മറുപടി പറഞ്ഞു, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. എൻ്റെ സ്ഥലം ദൈവത്തിൻ്റെ ആയിരുന്നു. വേറെവർ ഐ പ്ലൗഡ് ഇറ്റ് വാസ് മൈ ഫീൽഡ്. ഞാൻ എവിടെയൊക്കെ കൃഷി ചെയ്തോ അതെല്ലാം എൻ്റെ സ്ഥലമായിരുന്നു. ലാൻഡ് വാസ് ഫ്രീ. അന്ന് സ്ഥലം എല്ലാവരുടേതുമായിരുന്നു. ആർക്കും എവിടെയും കൃഷി ചെയ്യാമായിരുന്നു. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ. മനുഷ്യരാരും തൻ്റെതെന്ന് പറയാത്ത ഒന്നായിരുന്നു ലാൻഡ്. ലേബർ വാസ് ദ ഓൺലി തിങ് മെൻ കോൾഡ് ദെയർ ഓൺ. അധ്വാനം മാത്രമാണ് തൻ്റേത് എന്നാണ് അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നത്, വിശ്വസിച്ചിരുന്നത്. Answer me 2 more questions, said the king. The first is, why did the earth bear such grain then, and has ceased to do so now? And the second is, why does your grandson walk with 2 crutches, your son with 1, and you yourself with none? Your eyes are bright, your teeth sound, your speech clear, pleasant to the ear. How have these things come about? Answer me 2 more questions, said the king. എൻ്റെ 2 ചോദ്യങ്ങൾ കൂടെ താങ്കൾ ഉത്തരം പറയണം, രാജാവ് പറഞ്ഞു. The first is, why did the earth bear such grain then, and has ceased to do so now? എന്തുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടത് ഇപ്പോൾ കാണുന്നില്ല? എന്തുകൊണ്ടത് ഇപ്പോഴില്ല? ആൻഡ് ദ സെക്കൻഡ് ഈസ്, എൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്തെന്നാൽ, why does your grandson walk with 2 crutches, your son with 1, and you yourself with none? എന്തുകൊണ്ടാണ് താങ്കളുടെ ഗ്രാൻഡ്സൺ, താങ്കളുടെ പേരമകൻ 2 ഊന്നുവടികൾ കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു, എന്നാൽ താങ്കളുടെ മകൻ 1 ഊന്നുവടിയുമായിട്ടാണ് വന്നത്, എന്നാൽ താങ്കളോ ഒന്നുമില്ലാതെ, 1 ഊന്നുവടിയുടെയും സഹായമില്ലാതെയാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. Your eyes are bright, your teeth sound, your speech clear and pleasant to the ear. താങ്കളുടെ കണ്ണുകൾ വളരെ ബ്രൈറ്റാണ്, വളരെ തിളങ്ങുന്നവയാണ്. Your teeth sound, താങ്കളുടെ പല്ലുകൾ വളരെ ആരോഗ്യമുള്ളവയാണ്.
യുവർ സ്പീച്ച് ഹിയർ ക്ലിയർ. താങ്കളുടെ ശബ്ദം വളരെ വ്യക്തമാണ്. പ്ലസന്റ് ടു ദ ഇയർ, അത് കേൾക്കാൻ സുഖമുള്ളതുമാണ്. ഹൗ ഹാവ് ദീസ് തിങ്സ് കം അബൌട്ട്? എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? അതെന്താണ് ഇങ്ങനെ? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് രാജാവ് ആ വൃദ്ധനോട് പറഞ്ഞു. And the old man answered, these things are so because men have ceased to live by their own labor and have taken to depending on the labors of others. In olden times, men lived according to God's law. They had what was their own and coveted not what others had produced. And the old man answered, these things are so because men have ceased to live by their own labor and have taken to depending on the labor of others. രാജാവിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വൃദ്ധൻ മറുപടി കൊടുത്തു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആളുകൾ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ മടി കാണിക്കുന്നു. അവർ പലപ്പോഴും മറ്റുള്ളവരുടെ അധ്വാനത്തെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായി അധ്വാനിക്കാൻ തയ്യാറാവുന്നില്ല. ഇൻ ഓൾഡൻ ടൈംസ് men lived according to God's law. മുമ്പൊക്കെ ആളുകൾ ദൈവത്തിൻ്റെ നിയമമനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. They had what was their own and coveted not what others had produced. അവർ തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു. ഒരിക്കലും മറ്റുള്ളവരുടെ ഇത് ആഗ്രഹിക്കുകയോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയോ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. തനിക്കുള്ളത് കൊണ്ട് തനിക്ക് വേണ്ടത് താൻ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കി അതിൽ തൃപ്തിപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആളുകൾ ദൈവത്തിൻ്റെ നിയമമനുസരിച്ചല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പണ്ട് കാലത്ത് ആളുകൾ ദൈവത്തിൻ്റെ നിയമമനുസരിച്ചാണ് ജീവിച്ചിരുന്നത്.